ാനായിട്ട് കഴിയുള്ളൂ. അദ്ദേഹത്തിന്റെ സുതാര്യമായ പ്രവർത്തനം ഈ കഴിഞ്ഞ പ്രാവശ്യവും മഞ്ഞരിക്കര തീർത്ഥയാത്ര നടത്തിയതിന് ശേഷം വിപുലമായ എല്ലാവരെയും വിളിച്ചുകൂട്ടി അതിന്റെ കണക്ക് കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്, ഓഡിറ്റ് ചെയ്ത കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് അദ്ദേഹത്തിന് കാണിച്ചതായ താല്പര്യമൊക്കെ ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക, നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുക. അതിനകത്തെ കണക്കിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ചിലരൊക്കെ പണം തരുവാനായിട്ടുള്ള റെസിപ്റ്റ് എഴുതിപ്പോയി. എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ പണം ഇടുന്നതിന് അത് ആരാണെന്ന് വെളിപ്പെടുത്താതെ തന്നെ, അവരെ മോശപ്പെടുത്താതെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം ഇട്ടപ്പോൾ നമ്മുടെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, മംഗലവീട്ടിലെ ഗുര്യാച്ചാനൊക്കെ പറയുന്നത് ഞാൻ ഓർക്കുന്നു, അങ്ങനെ ജയ്ക്കോട്ടിച്ചാൻ ഇനി കയ്യിൽ നിന്ന് പണം ഇടണ്ട എന്നും ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പണം ഇടുവാനായിട്ട് ജയ്ക്കോട്ടിച്ചാൻ. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു, ഞാൻ ഓറാന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്, അതിനെക്കുറിച്ച് നിങ്ങൾ ആരും ഭാരപ്പെടണ്ട, എന്നെ ദൈവം അത്രമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ട്. ആരാണ് കൊടുക്കാത്തതെന്ന് പോലും വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കാത്തതായ, അത് കയ്യിൽ നിന്ന് കൊടുത്തത് ആരോടും പറയാത്തതായ, അത്രമാത്രം നിസ്വാർത്ഥമായ, പുറകിൽ നിന്ന് എല്ലാവിധമായ പിന്തുണയും കൊടുക്കുന്നതായ ഒരു വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു ശബരിയാർ ജയ്ക്കോട്ടിച്ചാൻ. രണ്ടാമതായിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, പ്രാവശ്യം തേക്കാട്ടിലച്ഛന്റെ സ്കൂളിൽ വെച്ച് വിപുലമായ ഒരു കമ്മിറ്റി രൂപപ്പെടുത്തി. തീർത്ഥയാത്രാ സംഘത്തിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം തന്റെ കയ്യിൽ മാത്രം ഒതുക്കി നിർത്താതെ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഇത് എത്രമാത്രം വിപുലപ്പെടുത്താൻ പറ്റുമോ അത്രമാത്രം അതിനെ വിപുലപ്പെടുത്തുവാനായിട്ട് കാണിച്ചതായ എല്ലാവരെയും അതിന്റെ മുന്നിൽ കൊണ്ടുവന്നു. താൻ മാത്രമല്ല അതിന്റെ നേതൃനിരയിലുള്ളത്, എല്ലാവരും ഇതിന്റെ നേതൃനിരയിലേക്ക് കടന്നു വരണമെന്നുള്ളതായ അദ്ദേഹത്തിന്റെ വിശാല മനസ്സ്, അത് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു നിർമ്മല ഹൃദയം, കളങ്കമില്ലാത്തതായ, എല്ലാം തുറന്നു പറയുന്നതായ, ആരെയും ഏത് സാഹചര്യത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് പോകുവാനായിട്ടുള്ള മനസ്സുള്ള ഒരു ശ്രേഷ്ഠ വ്യക്തിയായിരുന്നു ജയ്ക്കോട്ടിച്ചാൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട MP കടന്നു വരുന്നത് നമുക്ക് എഴുന്നേറ്റ് അദ്ദേഹത്തെ സ്വീകരിച്ചാൽ നന്നായിരിക്കും. അദ്ദേഹത്തെ അതിന് വേണ്ടതായ ആധ്യാത്മിക രംഗമൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കാണിച്ചതായ ശുഷ്കാന്തി താല്പര്യമൊക്കെ. അതുകൊണ്ട് ആ കുടുംബം വാസ്തവത്തിൽ ഇന്ന് റാന്നിക്ക് മാത്രമല്ല, ഇവിടുത്തെ അനേകാർക്ക് മാത്രമല്ല, ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് മാത്രമല്ല, എല്ലാ രംഗങ്ങളിലുള്ളവർക്കും ഒരു മാതൃകയാണെന്ന് പറയുവാനായിട്ട് കഴിയും. ജയ്ക്കോട്ടിച്ചാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വേർപാട് എന്നൊരു വിടവാണെങ്കിൽ പോലും പരിശുദ്ധ സഭയുടെ വിശ്വാസം അനുസരിച്ച ദൈവദർശനത്തിൽ ശ്രേഷ്ഠനായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കും. ഈ ലോകത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്തതായ നന്മകൾ, അദ്ദേഹം ഈ സമൂഹത്തിന് ചെയ്തതായ കോൺട്രിബ്യൂഷൻസ്, നല്ല സംഭാവനകളൊക്കെ ദൈവദർശനത്തിൽ കണ്ട് ദൈവം അദ്ദേഹത്തിന് നിത്യശാന്തി കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് നമുക്കറിയാം, ഈ തീർത്ഥയാത്രാ സംഘത്തിന് ഒരു സെക്രട്ടറി ഇല്ലാതായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് ഇതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ഈ മഞ്ഞരിക്കര തീർത്ഥാടക സംഘം ഹൈറേഞ്ചിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കുന്നതിനും ഇവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിനുമൊക്കെ ദൈവം അതുപോലെ ഒരാളെ കണ്ടെത്തുവാനായിട്ട്, നമ്മളിൽ നിന്ന് അതുപോലെ ഒരു വ്യക്തിയെ കണ്ടെത്തുവാനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ, അതിനുള്ളതായ തെരഞ്ഞെടുപ്പ് ദൈവം നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മുന്നോട്ടുള്ളതായ കാലങ്ങളിൽ ജയ്ക്കോട്ടിച്ചാന്റെ സ്മരണ എന്നും നിലനിൽക്കുവാനായിട്ട് അദ്ദേഹം ചെയ്തതായ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് എന്നും സ്മരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണല്ലോ അദ്ദേഹം വെറുതെ കിടന്നുറങ്ങിയ സമയത്തല്ല, ഇവിടെ വള്ളംകളിയുടെ ഒരു പ്രധാന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ്, അതാണ് ഞാൻ പറഞ്ഞ നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകളും പ്രവർത്തനങ്ങളും സേവനങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ ലോകത്തോട് വിട പറയുവാൻ തക്കവണ്ണം വള്ളംകളിയുടെ പ്രധാന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അസുഖമുണ്ടായി. 1-2 ദിവസം മാത്രം അസുഖബാധിതനായിട്ട് ആശുപത്രിയിൽ കിടക്കണം. ഞാൻ ആശുപത്രിയിൽ ICUവിൽ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റ്, അദ്ദേഹത്തിന്റെ സന്തോഷം, എന്നോട് സംസാരിക്കുവാനായിട്ട്, വെന്റിലേറ്ററിലായിരുന്നു, എല്ലാ ശ്വസന ഉപകരണങ്ങളും ഒക്കെ ഘടിപ്പിച്ചിരുന്നുകൊണ്ട് എന്നോട് സംസാരിക്കുവാനായിട്ട് പാടില്ല. എന്നാൽ എന്നെ കണ്ടതിന്റെ ആ ഒരു സന്തോഷം,
എന്നെ കണ്ടതിന്റെ ഒരു ആത്മാർത്ഥതയും സന്തോഷവും ഒക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹം ദൈവദർശനത്തിൽ ശ്രേഷ്ഠനായ വ്യക്തിയായി അദ്ദേഹത്തെ ദൈവം കാണട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വലിയ പൈതൃകവും ആ പാരമ്പര്യവും അദ്ദേഹത്തിന്റെ സേവനവും അദ്ദേഹത്തിന്റെ ആ സന്മനസ്സും ഒക്കെ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് മുന്നോട്ട് കാണിച്ചു കൊടുക്കുവാനായിട്ട്, ഇനിയും അടുത്ത തലമുറകൾക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നല്ല മാതൃകകളൊക്കെ നമുക്ക് സമൂഹത്തിൽ എന്നും നിലനിൽക്കുവാനായിട്ട്, ആ സ്മരണ നിലനിൽക്കുവാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സർവശക്തനായ ദൈവം അദ്ദേഹത്തിന് നിത്യശാന്തി ദൈവദർശനത്തിൽ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി ദൈവദർശനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ ആത്മാവിന് ഇടയായി തീരട്ടെ എന്ന് ദൈവദർശനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടെ ആ ധന്യ ആത്മാവിന്റെ സ്മരണയ്ക്ക് മുന്നിൽ എല്ലാവിധമായ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് അധ്യക്ഷവേദി അലങ്കരിക്കുന്ന സ്പീക്കറായ സാബു കണ്ണമ്പഴത്ത്, പ്രശ്നഭഗവാൻ കമ്പാച്ചൻ, കൗരൻ ഫാദർ യോൺ പൂമറ്റോച്ചൻ, റോയ് മാത്യു എപ്പിസ്കോപ്പാച്ചൻ, കൗരൻ ഫാദർ തോമസ് തറയിലച്ചൻ, എറ്റി തോമസ് അറക്കിലച്ചൻ, കൗരൻ ഫാദർ സാധനവിളയച്ചൻ, കൗരൻ ഫാദർ രാജനബ്രാഹ്മൺ ഗുണവിളയച്ചൻ, കൗരൻ ഫാദർ MC സക്കറിയ മധുരപ്പച്ചൻ, കൗരൻ ഫാദർ കൊച്ചുമോൻ തോമസ് ഐക്യപ്പച്ചൻ, നമ്പൂതിരി, ആരിച്ച് രാമന്തി, തോമസ് മാമൻ, സ്മിജു ജയിക്കും, PC തോമസ്, ജിജി കരിപ്പാൽ, ജയമോൻ വാണിയടത്ത്, സന്തോഷ് മൂഴിക്കൽ, മറ്റ് വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, നമുക്കേവർക്കും സ്നേഹനിധിയായിരുന്ന ഷെവലിയർ ജേക്കബ് തോമസ് എയർപോർട്ട് ജയൻ നമ്മെ വിട്ട് യാത്രയായിരിക്കുകയാണ്. ഗാന്ധിയിലെ പൊതുജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു ജേക്കബ് ജയൻ. സമുദായ പ്രവർത്തന രംഗത്ത് സമുദായത്തിൻ്റെ ഔന്നത്യമാർന്ന തലങ്ങളിലെല്ലാം ഔന്നത്യമാർന്ന സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ, സമുദായത്തിലേക്ക് എപ്പോഴും സമുദായ അംഗങ്ങളുമായിട്ടുള്ള ഹൃദയബന്ധം ശക്തമായി ഉറപ്പിച്ച് സമുദായ പ്രവർത്തനങ്ങളെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. പൊതുരംഗത്ത് ഗാന്ധിയിലെ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഉള്ള അഭിപ്രായങ്ങൾ സത്യസന്ധമായി തുറന്നു പറയാൻ, ഉള്ള ബന്ധങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കാനും അതിലൂടെ ധാരാളം വ്യക്തിബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ഗാന്ധിയിൽ നേടിയെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗാന്ധിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് സമയത്തും ഈ അനുസ്മരണ സമ്മേളനത്തിലും തിങ്ങിക്കൂടിയിരിക്കുന്ന ഈ ജനങ്ങളുടെ മുഖം തന്നെ തെളിയിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നന്മയാർന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തെല്ലാം തലത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുമോ അതിലെല്ലാം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു ജേക്കബ് ജയൻ. പൊതുരംഗത്ത് അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല. സഹകരണ മേഖലയിലും രാഷ്ട്രീയ രംഗത്തും ജനപ്രതിനിധി എന്ന നിലയിലും എല്ലാ തലങ്ങളിലും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വത്തിലുള്ള പൂർണ്ണമായ ആത്മാർത്ഥത, സത്യസന്ധമായി താനെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യം. അതുകൊണ്ടാണ് ഏതൊരു സ്ഥാനം ഏറ്റെടുക്കുമ്പോഴും ആ സ്ഥാനത്ത് ഏറ്റവും പ്രഗത്ഭനായി തന്നെ ആ സ്ഥാനങ്ങൾ അലങ്കരിക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാക്കി ആ സ്ഥാനങ്ങളെ മാറ്റാനും എല്ലാം അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അഭിയോന്യ മെത്രാപ്പോലീത്ത തിരുമേനി പ്രവർത്തിച്ചു.